കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാഃ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ 30ാമത്തെ ശ്ലോകം ഒന്നിച്ച് 5 ശ്ലോകം ചെയ്തിട്ട് 30ലാണ് നിർത്തിയത്. അപ്പോൾ അതിൽ വിരാധൻ രാമനോട് പറയുകയാണ്, ഞാൻ വിരാധനാണെന്ന് നീ കേട്ടിട്ടില്ലേ, ലോകപ്രസിദ്ധനായിട്ടുള്ള വിരാധനാണ്, നീ എന്നെ അറിയില്ലേ, എന്നെ ഭയന്നിട്ടാണ് അവിടെ ഈ മുനിമാർ മുഴുവൻ ഈ ദണ്ഡകവനം വിട്ട് ഓടിപ്പോയത്. നിങ്ങൾക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ സീത ഇവിടെ ഉപേക്ഷിച്ച് ആയുധങ്ങളും ഇവിടെ ഉപേക്ഷിച്ച് ഓടിപ്പൊക്കോളൂ, അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ ഇപ്പം ഭക്ഷിക്കും എന്ന് പറഞ്ഞ് രാക്ഷസൻ സീതയെ പിടിക്കാൻ ഭാവിച്ചപ്പോൾ ശ്രീരാമൻ ഒരൊറ്റ ബാണം കൊണ്ട് അവൻ്റെ കൈ മുറിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ നിർത്തി അല്ലേ. ഈ 31, 32 ഒരു ശ്ലോകം, ഒരു വരിയുള്ളൂ, അതും വായിക്കാട്ടോ. തഥാ ക്രോധപരീതാത്മാ വ്യാദായ വികടം മുഖം രാമമഭ്യദ്രവദ്രാമച്ഛിച്ഛേദ പരിധാവതഃ. 32 പദദ്വയം വിരാധസ്യ തദദ്ഭുതമിവാഭവത്. തതഃ ക്രോധപരീതാത്മാ എന്ന് പറഞ്ഞാൽ എന്താ? ക്രോധം കൊണ്ട്, ദേഷ്യം കൊണ്ട് മുഖരിതമായ മനസ്സോടെ വികടം മുഖം വ്യാദായ ആ വലിയ വായ പിളർന്നിട്ട് രാമം അഭ്യദ്രവത് രാമനെ അഭിദ്രവിച്ചു എന്ന് പറഞ്ഞാൽ രാമൻ്റെ നേരെ ചാടി വന്നു. പരിധാവതഃ വിരാധസ്യ ഓടി വരുന്ന വിരാധൻ്റെ പദദ്വയം രാമ ചിച്ഛേദ. അപ്പം അവൻ്റെ രാമൻ വിരാധൻ്റെ 2 കാലും മുറിച്ചു. ആദ്യം കൈ മുറിച്ചു പറഞ്ഞല്ലോ. ഇപ്പോൾ രാമനെ തിന്നാൻ വായം പിളർന്നുകൊണ്ട് മുമ്പിലേക്ക് വന്നപ്പോൾ രാമൻ കാലും ഛേദിച്ചു. തദ്ഭുതം ഇവാഭവത്, അത് അത്ഭുതമെന്ന പോലെ ഭവിച്ചു. എന്താണ്? അതിനുശേഷം മനസ്സിൽ അതിയായിട്ടുള്ള ദേഷ്യം വന്നു വിരാധനെ. അപ്പോൾ ദേഷ്യം കൊണ്ട് പിളർന്ന വായയും ആയും കൊണ്ട് രാമൻ്റെ നേരെ ഇങ്ങോട്ട് വന്നപ്പോൾ നേരിട്ട് പാഞ്ഞു വരണ ആ വിരാധൻ്റെ 2 കാലിനെയും ഒരൊറ്റ ബാണം കൊണ്ട് രാമൻ മുറിച്ചിട്ടു. അത്ഭുതമല്ലേ? 2 കൈ ആദ്യം മുറിച്ചിട്ടു, ഇപ്പോൾ 2 കാലും മുറിച്ചിട്ടു. തഥാ ക്രോധപരീതാത്മാ വ്യാദായ വികടം മുഖം രാമമഭ്യദ്രവദ്രാമച്ഛിച്ഛേദ പരിധാവതഃ. പദദ്വയം വിരാധസ്യ തദദ്ഭുതമിവാഭവത്. 33, 34. തഥാ സർപ്പ ഇവാസ്യേന ഗ്രസിതും രാമമാപതദ്. തതോർത്ഥചന്ദ്രാകാരേണ ബാണേനാസ്യ മഹച്ഛിരഃ ചിച്ഛേദരുധിരൗഖേണ പപാദധരണീതലേ. തത സീതാ സമാലിംഗ്യ പ്രശംസ രഘൂത്തമം. തതഃ സർപ്പഃ ഇവ, ഒരു പാമ്പിനെ പോലെ, ആസ്യേന രാമം ഗ്രസിതും ആപതത്, മുഖം കൊണ്ട്, കയ്യും കാലും ഇല്ലേണ്ടേ, വായോണ്ട് ശ്രീരാമനെ വിഴുങ്ങാനായിട്ട് ചാടി വീണു. തതഃ അർദ്ധചന്ദ്രാകാരേണ ബാണേന, അപ്പോൾ അർദ്ധചന്ദ്രാകാരത്തിലുള്ള, അതായത് പകുതി ചന്ദ്രക്കരയുടെ പോലെയുള്ള ബാണം കൊണ്ട് അസ്യ മഹത് ശിരഃ ചിച്ഛേദ, അവൻ്റെ തലയങ്കിട് ഛേദിച്ചു. രുധിരൗഖേണ ധരണീതലേ പപാത, ചോര പ്രവാഹത്തോടു കൂടിയിട്ട് ഭൂമിയിൽ വീണു. തതഃ സീത രഘൂത്തമം സമാലിംഗ്യ പ്രശംസ. അനന്തരം സീത രാമനെ ആലിംഗനം ചെയ്തുകൊണ്ട് പ്രശംസിച്ചു, അഭിനന്ദിച്ചു. എന്താ ഉണ്ടായത്? 2 കൈ വെട്ടിക്കളഞ്ഞു, പിന്നെ 2 കാല് വെട്ടിക്കളഞ്ഞു, പിന്നെ ഇനിയിപ്പോൾ വായേ ഉള്ളൂ, തലയേ ഉള്ളൂ. ആ വായം പിളർന്നിട്ട് രാമൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ വേഗം ഈ ചന്ദ്രക്കല പോലുള്ള ഒരു ബാണെടുത്തിട്ട് ആ കഴുത്തങ്ങോട്ട് വെട്ടി വീഴ്ത്തി, ശിരസിനെ മുറിച്ച് വീഴ്ത്തി. അപ്പോൾ രക്തപ്രവാഹത്തോടു കൂടി അവൻ നിലത്തങ്ങോട്ട് വീണു വിരാധൻ. അത് കണ്ടിട്ട് സന്തോഷമായി സീതയ്ക്ക്. സീത ശ്രീരാമനെ കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു. തഥാ സർപ്പ ഇവാസ്യേന ഗ്രസിതും രാമമാപതദ്. തതോർത്ഥചന്ദ്രാകാരേണ ബാണേനാസ്യ മഹച്ഛിരഃ ചിച്ഛേദരുധിരൗഖേണ പപാദധരണീതലേ. തത സീതാ സമാലിംഗ്യ
പ്രശംസ രഘൂത്തമം, പ്രശംസിച്ചു ഭർത്താവിനെ അല്ലേ. ഇനി 35. തതോ ദുന്ദുഭയോ നേതുർ ദിവി ദേവഗണേരിതാ നൃതുശ്ചാപ്സരാ ഹൃഷ്ടാ ജഗുർഗന്ധർവകിന്നരാഹ. തഥാ ദേവഗണേരിതാഹ, ദേവഗണങ്ങൾ മുഴുവൻ, ദേവഗണങ്ങളാൽ പ്രേരിപ്പിക്കപ്പെട്ട, ആകാശത്ത് നിന്ന് ദേവഗണങ്ങളൊക്കെ കാണുന്നുണ്ട്, ആകാശത്തിലാണല്ലോ അവരൊക്കെ, ആകാശത്ത് നിന്ന് കാണുന്നുണ്ട് ശ്രീരാമൻ ഈ മഹാഭയങ്കരനായിട്ടുള്ള വിരാധനെ വധിച്ചത് കണ്ടു. അപ്പോൾ അവരാൽ പ്രേരിപ്പിക്കപ്പെട്ട ദുന്ദുവഹ ദിവി നേതു, ദുന്ദുവികൾ, അതായത് പെരുമ്പറ മുഴക്കി സന്തോഷം കൊണ്ട് ദേവന്മാരെന്നർത്ഥം. ഹൃഷ്ടാഹ അപ്സരാഹ, സന്തോഷിച്ചിട്ടുള്ള അപ്സര സ്ത്രീകൾ നൃതു നൃത്തം ചെയ്തു. ഗന്ധർവ കിന്നരഹ ജഗു, ഗന്ധർവന്മാരും കിന്നരന്മാരും പാടി. അപ്പം എന്താ ഇപ്പോൾ ഈ ശ്രീരാമൻ വിരാധനെ വധിച്ചത് കണ്ടിട്ട് ആകാശചാരികളായിട്ടുള്ള ദേവന്മാരൊക്കെ പെരുമ്പറ മുഴക്കി, അപ്സര സ്ത്രീകൾ നൃത്തം ചെയ്തു, ഗന്ധർവന്മാരും കിന്നരന്മാരും പാടി എന്നാണ് പറയുന്നത്. തതോ ദുന്ദുഭയോ നേതുർദിവി ദേവഗണേരിതാഹ നൃതുശ്ചാപ്സരാ ഹൃഷ്ടാ ജഗുർഗന്ധർവകിന്നരാഹ വിരാധകായാദതിസുന്ദരാകൃതിർവിഭ്രാജമാനോ വിമലാംബരാവൃതഃ പ്രതപ്ത ചാമീകരചാരുഭൂഷണോ വ്യദൃശ്യതാഗ്രേ ഗഗനീരവിര്യഥ. വിരാധകായാൽ, വിരാധൻ്റെ ദേഹത്തിൽ നിന്ന് ആ വിരാധൻ കൊന്നുല്ലോ, ആ കൊന്നപ്പോൾ ആ വിരാധൻ്റെ ദേഹത്തിൽ നിന്ന് സുന്ദരാകൃതി, നല്ല രൂപത്തോടു കൂടിയ, വിഭ്രാജമാന ശോഭിക്കണ, വിമലാംബരാവൃത നല്ല വസ്ത്രം ധരിച്ചിട്ടുള്ള, പ്രതപ്ത ചാമീകരഹ ചാരുഭൂഷണ, അതായത് സ്വർണം കൊണ്ടുള്ള മനോഹരമായിട്ടുള്ള ആഭരണങ്ങൾ അണിഞ്ഞുകൊണ്ട്, ഗഗനെ രവി യഥ, ആകാശത്തിൽ സൂര്യൻ എന്ന പോലെ, അഗ്രേ വിദൃശ്യത, അഗ്രഭാഗത്തിൽ കാണപ്പെട്ടു. അപ്പോൾ ശ്രീരാമൻ വിരാധനെ വധിച്ചപ്പോൾ ആ വിരാധൻ്റെ ശരീരത്തിൽ നിന്ന് നല്ല സുന്ദരാകൃതിയോട് കൂടിയിട്ടുള്ള ഒരു രൂപം ആകാശത്തിൽ രാമൻ്റെ മുമ്പിലങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ടു. നല്ല എങ്ങനെ വെച്ചാൽ സൂര്യനെ പോലെ പ്രകാശമുണ്ട്, നല്ല ഭംഗിയുള്ള വസ്ത്രവും ആഭരണവും സ്വർണ്ണാഭരണങ്ങളും ധരിച്ചിട്ടുണ്ട് ആ രൂപം. വിരാധൻ്റെ ദേഹത്തു നിന്നാണ് ആ സുന്ദര രൂപം ഇങ്ങോട്ട് പുറപ്പെട്ടു. എങ്ങനെ ഉദിച്ചു വരുന്ന സൂര്യനെ പോലെ പ്രകാശമുള്ളത്, അതിമനോഹരമായിട്ടുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും ധരിച്ചിട്ടുള്ള രൂപം പ്രത്യക്ഷപ്പെട്ടു. വിരാധകായാദതിസുന്ദരാകൃതിർ വിഭ്രാജമാനോ വിമലാംബരാവൃത പ്രതപ്ത ചാമീകരചാരുഭൂഷണോ വിദൃശ്യത അഗ്രേ, മുമ്പിലെ അഗ്രത്തിൽ ഗഗനേ രവിര്യഥ, ഉദിച്ചു വരുന്ന സൂര്യനെ പോലെ. പ്രണമ്യ രാമം പ്രണതാർത്തിഹാരിണം ഭവപ്രവാഹോ പരമം ഘൃണാകരം പ്രണമ്യ ഭൂയ പ്രണനാമദണ്ഡവദ് പ്രപന്ന സർവാർത്തിഹരം പ്രസന്നധീഹി. എന്നിട്ട് ആ രൂപം എന്താ ചെയ്ത്? പ്രസന്നധീഹി, നല്ല പ്രസന്നമായിട്ടുള്ള മുഖത്തോടു കൂടിയ അവൻ, ധീ അല്ലെങ്കിൽ പ്രസന്നമായ ബുദ്ധിയോടുകൂടിയ അവൻ, ധീയാണല്ലോ പ്രസന്നധീ എന്നാണ് പറഞ്ഞ. പ്രണതാർത്തിഹാരിണം, അതായത് നമസ്കരിക്കുന്നവരുടെ ദുഃഖത്തെ നശിപ്പിക്കുന്നവനും, അതാണ് പ്രണതാർത്തിഹാരിണം എന്ന് പറയുന്നത്. ദുഃഖം കൊണ്ട് നമസ്കരിക്കുന്നവരുടെ ദുഃഖത്തെ ശമിപ്പിക്കുന്നവനും, പ്രപന്ന സർവാർത്തിഹരം, ശരണം പ്രാപിക്കുന്നവരുടെ സകല ദുഃഖങ്ങളെയും തീർക്കുന്നവനും, ഭവ പ്രവാഹോപരമം, സംസാരത്തിൻ്റെ ഒഴുക്കിൻ്റെ അവസാനമായിട്ടുള്ളവനും, ഘൃണാകരം കരുണാനിധിയുമായിട്ടുള്ള രാമനെ പ്രണമ്യ ഭൂയ ദണ്ഡവൽ പ്രണനാമ, വീണ് പിന്നെയും നമസ്കരിച്ചു, ദണ്ഡനമസ്കാരം ചെയ്തു. എന്താണ്? ഭക്തന്മാരുടെ ഈ ജനന മരണ പ്രവാഹമായിട്ടുള്ള ഈ സംസാരത്തിനെ നശിപ്പിക്കുന്നവനും, അതിൻ്റെ അറ്റം എന്ന് പറഞ്ഞാൽ എന്താ? സംസാരത്തിനെ തരണം ചെയ്താൽ അവിടെ ഭഗവാനിലെത്തൂലോ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഭക്തന്മാരുടെ ജനനമരണ പ്രവാഹ രൂപമായ ഈ സംസാരത്തെ നശിപ്പിക്കുന്നവനും, വളരെ
ഭക്തവത്സലനും കരുണാനിധിയും നമസ്കരിക്കുന്നവരുടെ മാത്രമല്ല, നമസ്കരിക്കുന്നവരുടെ ദുഃഖങ്ങളെ നശിപ്പിക്കുന്നവനും, ദുഃഖാർത്ഥരായിട്ട് നമസ്കരിക്കുന്നവരുടെ ദുഃഖത്തെ നശിപ്പിക്കുന്നവനും, ശരണം പ്രാപിക്കുന്നവരെ, ശരണാഗതി അടഞ്ഞവരുടെ എല്ലാ ദുഃഖങ്ങളെയും ദൂരീകരിക്കുന്നവനും ആയ ശ്രീരാമനെ ഈ വിരാധനിൽ നിന്നുയർന്ന ആ രൂപം പിന്നെയും പിന്നെയും ഭൂയോ ഭൂയോ എന്ന് പറയൂല നമ്മൾ, അതായത് വീണ് 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 ദണ്ഡ നമസ്കാരം ചെയ്തു. എത്ര നമസ്കരിച്ചാലും പോരാ. പ്രണമ്യ രാമം പ്രണതാർത്തിഹാരിണം ഭവപ്രവാഹോപരമം ഘൃണാകരം പ്രണമ്യ ഭൂയ പ്രണനാമദണ്ഡവത് പ്രപന്ന സർവാർത്തിഹരം പ്രസന്നധീഹി. ഇനി 38ാമത്തെ ഇനി വിരാധൻ പറയാണ് ഈ രൂപം. വിരാധൻ്റെ ദേഹത്തിൽ നിന്നും ഉയർന്നു വന്ന ഈ ആള് പറയാണ്. ഇപ്പോൾ വിരാധോവാച തന്നെയാണ് പറഞ്ഞത് കേട്ടോ. വിരാധോവാച ശ്രീരാമ രാജീവദളായതാക്ഷ വിദ്യാധരോഹം വിമലപ്രകാശഃ ദുർവാസസാകാരണകോപമൂർത്തിന ശബ്ദപുരാ സോദ്യവിമോചിതസ്ത്വയാ രാജീവദളായതാക്ഷ. അതായത് താമര ഇതൾ പോലെയുള്ള കണ്ണുകളോടുകൂടിയ ശ്രീരാമ, ഹേ ശ്രീരാമ, അങ്ങനെയാണ് അഭിസംബോധന ചെയ്യണത്. താമര നേത്രങ്ങളോടുകൂടിയ ഹേ ശ്രീരാമ, അഹം വിമലപ്രകാശഃ വിദ്യാധര, ഞാൻ പരിശുദ്ധ പ്രകാശത്തോടു കൂടിയ ഒരു വിദ്യാധരനാണ്. ആകാശചാരി വിദ്യാധരന്മാരെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഗന്ധർവന്മാർ, കിന്നരന്മാർ, വിദ്യാധരന്മാർ ഒക്കെ ഒരു പോലുള്ള ആകാശത്തിൽ വസിക്കുന്ന ദേവന്മാരാണ്. അകാരണ കോപമൂർത്തിന ദുർവാസസ, കാരണമില്ലാണ്ട് ദേഷ്യം വരണ ദുർവാസാവിനാൽ പുരാ ശബ്ദ, പണ്ട് ശപിക്കപ്പെട്ടു. സഹ അദ്യ ത്വയാ വിമോചിത, അതിപ്പോൾ അങ്ങനെ അതിൽ നിന്നും ആ ശാപത്തിൽ നിന്നും മോചിതനാക്കി. അതാണ് വിരാധം പറഞ്ഞത്. ഹേ താമര ഇതൾ പോലുള്ള കണ്ണുകളോടുകൂടിയ ഹേ ശ്രീരാമചന്ദ്രസ്വാമി, ഞാൻ ഒരു വിദ്യാധരനാണ്. ഒരു കാരണവും കൂടാൻ തന്നെ വേഗം കോപിക്കുന്ന സ്വഭാവത്തോടു കൂടിയുള്ള ദുർവാസാസ് മഹർഷി പണ്ട് എന്നെ ശപിച്ചത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ രാക്ഷസനായി തീർന്നത്. ഇപ്പോൾ എനിക്കിതാ അങ്ങയിൽ നിന്ന് ശാപമോക്ഷം ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. വിരാധ ഉവാച ശ്രീരാമ രാജീവദളായതാക്ഷ വിദ്യാധരോഹം വിമലപ്രകാശഃ ദുർവാസസാകാരണകോപമൂർത്തിന ശബ്ദപുരാ സോദ്യ വിമോചിതസ്ത്വയാ. പിന്നെ 39 ഇതപരം ത്വച്ചരണാരവിന്ദയോ സ്മൃതി സദാ മേസ്തു ഭവോപശാന്തയേ ത്വന്നാമ സങ്കീർത്തനമേവ വാണി കരോതു മേ കർണപുടം ത്വദീയം. നമുക്കുള്ള പ്രാർത്ഥന തന്നെയാണ് ഈ വിദ്യാധരനം പറയണ. ഒരു ശ്ലോകം കൂടി ഒന്നിച്ച കഥാമൃതം പാതുകരദ്വയം തേ പാദാരവിന്ദാർച്ചനമേവ കുര്യാത് ശിരശ്ച തേ പാദയുഗ പ്രണാമം കരോതു നിത്യം ഭവദീയമേവം. അപ്പോൾ നമുക്ക് 39-40 അർത്ഥം നോക്കാം കേട്ടോ. ഇതപ്പരം, ഇനിമേൽ, മേ ഭവോപശാന്തയെ, എൻ്റെ ഈ ഭവംച സംസാരം, എൻ്റെ ഈ സംസാരത്തിൻ്റെ ശാന്തിയായിക്കൊണ്ട് ത്വച്ചരണാരവിന്ദയോഹോ സ്മൃതി സദാ അസ്തു, അങ്ങയുടെ പാദാരവിന്ദങ്ങളുടെ ആ സ്മരണ എനിക്ക് എല്ലാ സമയത്തും ഉണ്ടാവട്ടെ. വാണി, വാക്ക്, ത്വന്നാമ സങ്കീർത്തനം, എൻ്റെ വായിൽ നിന്ന് വീണ വാക്കുകൾ മുഴുവൻ അങ്ങയുടെ നാമങ്ങൾ മാത്രമായി തീരട്ടെ. അതായത് ഞാൻ എപ്പോഴും നാമസങ്കീർത്തനം ചെയ്യാറായി വരട്ടെ, എനിക്കതിനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. മേ കർണപുടം, എൻ്റെ ഈ ചെവി കൊണ്ട് തുതിയൻ കഥാമൃതം പാതു, അങ്ങയുടെ കഥ മാത്രം കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. അത് ഞാൻ എപ്പോഴും പാനം ചെയ്യട്ടെ കാതുകൊണ്ടേ. കരദ്വയം, എൻ്റെ 2 കൈകൾ കൊണ്ട് തേ പാദാരവിന്ദം അർച്ചനം ഏവം കുര്യാൽ, അങ്ങയുടെ പാദാരവിന്ദങ്ങളെ അർച്ചിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവണേ. പിന്നെയോ ശിരഹാച്ച, ശിരസ്, തേ പാദയുഗ പ്രണാമം കരോതു, അങ്ങയുടെ പാദപത്മങ്ങളെ നമസ്കരിക്കാനായിട്ട് എൻ്റെ ശിരസിനെ ഉപയോഗിക്കാൻ എന്നെ അനുഗ്രഹിക്കണേ. പിന്നെയോ ഏവം നിത്യം ഭവതീയം, ഇപ്രകാരം എപ്പോഴും
അങ്ങയെ സംബന്ധിച്ചത് തന്നെ എന്നെക്കൊണ്ട് ചെയ്യിക്കുമാറാകട്ടെ, ഞാൻ ചെയ്യുമാറാകട്ടെ. അങ്ങനെയാണ്. ഇത്ര നല്ല പ്രാർത്ഥനയല്ലേ. ഇതുപോലെയാണ് മറ്റേ ശിവമാനസ പൂജയിലുണ്ടല്ലോ, അതുപോലെയും പിന്നെ നമ്മൾ എന്താണ്, അയ്യോ, മുകുന്ദമാലയിൽ ജിഹ്വേ കീർത്തയ കേശവം മുരരിവും ചേതോ ഭജ ശ്രീധരം പാണിദ്വന്ദ്വസമർച്ചയാച്യുത കഥാ ശ്രോത്തദ്വയം ചം ശൃണു കൃഷ്ണം ലോകയ ലോചനദ്വയ ഹരേർഗച്ഛാംഘ്രി പത്മാലയം ജിഘ്രഘ്രാണമുകുന്ദപാദതുളസിം മൂർധൻ നമാധോക്ഷജം തന്നെയാണ് പറയണത്. അതായത് ഇനി തൊട്ട് എൻ്റെ ഈ സംസാര ദുഃഖം നശിക്കാനായിക്കൊണ്ട് എനിക്ക് എപ്പോഴും അങ്ങയുടെ പാതാരവിന്ദം സ്മരിക്കാൻ സാധിക്കണേ. എൻ്റെ വാക്കുകൾ മുഴുവൻ അങ്ങയുടെ നാമത്തെ തന്നെ സങ്കീർത്തനം ചെയ്യട്ടെ. എൻ്റെ കർണപുടങ്ങൾ അങ്ങയുടെ അവതാര കഥയാകുന്ന അമൃതത്തെ പാനം ചെയ്യുമാറാകട്ടെ. എൻ്റെ കൈകൾ എപ്പോഴും അങ്ങയുടെ പാതാരവിന്ദങ്ങളെ പൂജിക്കുന്നവയായിത്തീരട്ടെ. എൻ്റെ ശിരസ് അങ്ങയുടെ പാദപത്മങ്ങളിൽ നിരന്തരം നമസ്കരിക്കുമാറാകട്ടെ. ഇപ്രകാരം എൻ്റെ എല്ലാ ഇന്ദ്രിയങ്ങളെയും അങ്ങയെ തന്നെ ആരാധിക്കാൻ ഉപയോഗിക്കുമാറാകട്ടെ എന്നാണ്. ഇത്ര നല്ല പ്രാർത്ഥനയല്ല ഈ 2 ശ്ലോകം. ഇതാ പരം ത്വച്ചരണാരവിന്ദയോ സ്മൃതി സദാ മേസ്തു ഭവോപശാന്തയേ ത്വന്നാമ സങ്കീർത്തനമേവ വാണീ കരോതു മേ കർണപുടം ത്വദീയം കഥാമൃതം പാതുകരദ്വയം തേ പാദാരവിന്ദാർച്ചനമേവ കുര്യാത് ശിരശ്ച തേ പാദയുഗപ്രണാമം കരോതു നിത്യം ഭവദീയമേവം. എത്ര സ്ഥലല്ലേ, നോക്കട്ടെ സമയം. ഈ 41, 42 വായിക്കാം. നമസ്തുഭ്യം ഭഗവതേ വിശുദ്ധജ്ഞാനമൂർത്തയേ ആത്മാരാമായ രാമായ സീതാരാമായ വേധസേ പ്രപന്നം പാഹി മാം രാമായസ്യ യാസ്യാമി ത്വദനുജ്ഞയാ ദേവലോകം രഘുശ്രേഷ്ഠമായ മാം മാവൃണോതു തേ. വിശുദ്ധജ്ഞാനമൂർത്തയെ, അതായത് ജ്ഞാനം, വിശുദ്ധമായിട്ടുള്ള പരിശുദ്ധ ജ്ഞാനം തന്നെ സ്വരൂപമായവനും എന്ന് പറഞ്ഞാൽ എന്താ, ജ്ഞാനാനന്ദ സ്വരൂപനും, ആത്മാരാമായ സ്വന്തം ആത്മാവിൽ രമിക്കുന്നവനും, സീതാരാമായ സീതയെ എപ്പോഴും രമിപ്പിക്കുന്നവനും, വേധസെ ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് ഹേതു. വേധസ പറഞ്ഞാൽ ബ്രഹ്മാവാണല്ലോ. അപ്പം അങ്ങനെയാണ് സൃഷ്ടിസ്ഥിതി സംഹാരം നടത്തുന്നതും. ഭഗവതേ പിന്നെയോ 6 ഭഗങ്ങൾ കൊണ്ട് പരിപൂർണനായവനും രാമായ തുഭ്യം നമ, രാമനായ അങ്ങയ്ക്കായിക്കൊണ്ടിതാ നമസ്കാരം. പ്രപന്നം മാം, ഞാൻ ശരണാഗതി അടയുന്നു. രാമ പാഹി, ഹേ രാമ കാത്തുരക്ഷിച്ചാലും. ഹേ രഘൂത്തമ ത്വദനുജ്ഞയ, അങ്ങയുടെ ആജ്ഞപ്രകാരം ദേവലോകം യാസ്യാമി, ഞാൻ ആകാശലോകത്തേക്ക് പോട്ടെ. വിദ്യാധരനാണല്ലോ. തേ മായ, അങ്ങയുടെ മായ, മാം എന്നെ, മാ ആവൃണോതു, എന്നെ ആവരണം ചെയ്യാതിരിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. വിദ്യാധരനെ എന്താ പറയണ, ഹേ രാമ അങ്ങ് ജ്ഞാനാനന്ദ സ്വരൂപൻ തന്നെയാണ്. മാത്രമല്ല ജ്ഞാനം സ്വരൂപം പൂണ്ട ആളാണ്. ജ്ഞാനാനന്ദ സ്വരൂപനല്ലേ ഭഗവാൻ. അങ്ങ് എനിക്കതറിയാം. അങ്ങ് സ്വന്തം ആത്മാവിൽ ആത്മാരാമനുമാണ്, ജ്ഞാനാനന്ദ സ്വരൂപനാണ്. അങ്ങയ്ക്ക് സന്തോഷിക്കാൻ വേറെ ആരുടെ ആവശ്യമില്ല. ആത്മാരാമനാണ്, സീതയെ രമിപ്പിക്കുന്നവനാണ് അല്ലേ. മായാമാനുഷ രൂപം പൂണ്ട് സീതയ്ക്ക് ആനന്ദിപ്പിക്കുന്നു. പിന്നെയോ ഈ ലോകങ്ങളെ മുഴുവൻ സൃഷ്ടിസ്ഥിതി സംഹാരം നടത്തുന്ന ആളാണ് അങ്ങ്, ലോകങ്ങളുടെ മുഴുവൻ അല്ലേ. പിന്നെയോ ഷഡ്ഗുണ പരിപൂർണനാണ്. പിന്നെയോ അങ്ങനെയുള്ള രാമൻ ആയിക്കൊണ്ട് ഞാനിതാ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു. ഹേ രാമ, ശരണാഗതി അടഞ്ഞിരിക്കുന്ന എന്നെ രക്ഷിക്കണേ. അങ്ങയുടെ ആജ്ഞപ്രകാരം ഞാൻ ദേവലോകത്തേക്ക് പോകട്ടെ, അല്ലെങ്കിൽ അങ്ങയുടെ അനുമതിയോടെ. ഹേ രഘൂത്തമ, അങ്ങയുടെ മായാശക്തി എന്നെ മോഹിപ്പിക്കാതിരിക്കണേ. വളരെ നല്ല പ്രാർത്ഥനകളാണ് അല്ലേ വിരാധൻ്റെ. ഇനി നമുക്ക് 41, 42 വായിച്ച് നമുക്ക് 43 പോവാം. നമസ്തുഭ്യം ഭഗവതേ വിശുദ്ധജ്ഞാനമൂർത്തയേ ആത്മാരാമായ രാമായ സീതാരാമായ വേധസേ പ്രപന്നം പാഹി മാം രാമായാസ്യാമി ത്വദനുജ്ഞയാ ദേവലോകം രഘുശ്രേഷ്ഠ.
മായാ മാം മാ വൃണോതു തേ. ഇനി 43. ഇതി വിജ്ഞാപിതസ്തേന പ്രസന്നോ രഘുനന്ദന ദദൗ വരം തദാ പ്രീതോ വിരാധായ മഹാമതി. ഇതി തേന വിജ്ഞാപിത, ഇപ്രകാരം പറയപ്പെട്ടവനും പ്രസാദിച്ചവനും പ്രീത മഹാമതി സന്തുഷ്ടനും ഉദാരബുദ്ധിയുമായ രഘുനന്ദനൻ രാമൻ പ്രസന്ന നല്ല സന്തോഷമായിട്ട് വിരാധായ വരം ദദോ, വിരാധന് വരം കൊടുത്തു. ഇങ്ങനെ വിരാധൻ സ്തുതിച്ചപ്പോൾ വളരെ ദയാശീലനും സന്തുഷ്ടനുമായിട്ടുള്ള രാമൻ വളരെ പ്രസന്നനായിട്ട് വിരാധന് വരം കൊടുത്തു എന്ന് പറഞ്ഞു അല്ലേ. ഇനി 44 കൂടി എന്തായാലും ചെയ്യാം. ഇതി വിജ്ഞാപിതസ്തേന പ്രസന്നോ രഘുനന്ദന ദദൗ വരം തദാ പ്രീതോ വിരാധായ മഹാമതി. ഗച്ഛ വിദ്യാധരാശേഷമായ ദോഷഗുണാജിതാഃ ത്വയാ മദ്ദർശനാൽ സദ്യോ മുക്തോ ജ്ഞാനവതാം വര. വിദ്യാധര ഗച്ഛ, വിദ്യാധര നീയ വിദ്യാധരന്മാരുടെ രാജ്യത്തേക്ക് പോയാലും അശേഷ മായാദോഷഗുണാഹ, എല്ലാ മായാദോഷഗുണങ്ങളും മദ്ദർശനാത്വയാജിത, അങ്ങ് എന്നെ ദർശിക്കാൻ സാധിച്ചതുകൊണ്ട് അങ്ങ് മായയെ ജയിച്ചിരിക്കുന്നു. എൻ്റെ ദർശനം കാരണം മായയാൽ നിന്നാൽ മായ ജയിക്കപ്പെട്ടു. സദ്യോമുക്തഹത്വം, പെട്ടെന്ന് മുക്തനായ നീ ജ്ഞാനവതാം വര, ജ്ഞാനികളിൽ ശ്രേഷ്ഠനാവട്ടെ എന്ന് പറഞ്ഞ് വരം കൊടുത്തു. എന്താ പറഞ്ഞ, ഹേ വിദ്യാധര, നീ പൊക്കോളൂ നിൻ്റെ ലോകത്തിലേക്ക്. എൻ്റെ ദർശനം കൊണ്ട് നിനക്ക് മായാമോഹിതനാവില്ല. ഇനി നീ മായയെ ജയിച്ചിരിക്കുന്നു എൻ്റെ ദർശനം കാരണം. അതുകൊണ്ട് പെട്ടെന്ന് നിനക്ക് മുക്തി ലഭിക്കും, ജ്ഞാനികളിൽ വെച്ച് ശ്രേഷ്ഠനായി ഭവിക്കും എന്ന് ഞാനിതാ നിന്നെ അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. ഇനി ഗച്ഛ വിദ്യാധരാശേഷമായ ദോഷഗുണാജിതാ ത്വയാ മദ്ദർശനാൽ സദ്യോ മുക്തോ ജ്ഞാനവതാംബര. അതായത് ഭഗവാനെ പ്രത്യക്ഷത്തിൽ ദർശിച്ചാൽ പിന്നെ മുക്തനായില്ലോ, പിന്നെ വേറെന്താ വേണ്ടത്? മദ്ഭക്തിർദുർലഭാലോകേ ജാതാ ചേന്മുക്തിദായത അതസ്ത്വം ഭക്തി സമ്പന്ന പരം യാഹി മമാജ്ഞയാ. ലോകെ മദ്ഭക്തി ദുർലഭ, ലോകത്തിൽ ഭക്തി വളരെ ദുർലഭമാണ്. മോക്ഷം കിട്ടുന്നവരുണ്ട്, ജ്ഞാനികൾ ധാരാളമുണ്ട്, പക്ഷെ ഭക്തിയുള്ളവരാണോ കുറവാണ്. എന്താച്ചാൽ ജാതാ ചേൽ, ജനിച്ചാൽ മുക്തിയെ നൽകുന്നതാവുന്നു. അതഹത്വം ഭക്തി സമ്പന്ന, അതുകൊണ്ട് നീ ഭക്തിയുള്ളവനായിട്ട് മമ ആജ്ഞയാ പരം യാഹി, എന്ന ആജ്ഞ കൊണ്ട് മോക്ഷത്തെ പ്രാപിച്ചാലും. ഭക്തിയോടുകൂടി മോക്ഷം പ്രാപിക്കുക വെച്ചാൽ ഭക്തി അത്ര രസമുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ലോകത്തിൽ ജനിച്ച ഒരാൾക്ക് ഭക്തി ഉണ്ടാകുക എന്നുള്ളത് വളരെ ദുർലഭമാണ്. എന്താച്ചാൽ ഭക്തി കൊണ്ട് എന്തായാലും മുക്തി ലഭിക്കും, പക്ഷേ ജ്ഞാനം കൊണ്ട് മുക്തി ലഭിക്കണം എന്നില്ല. അഹങ്കാരം അടങ്ങാതെ മുക്തി ലഭിക്കില്ല. ഭക്തി ഉള്ളവർക്ക് അഹങ്കാരം ഉണ്ടാവില്ല. അതാണ് എന്താ വെച്ചാൽ ശരണാഗതി ഉണ്ടല്ലോ. നല്ല ശരിക്കും ആത്മാർത്ഥമായിട്ട് ഭക്തി ഉണ്ടെങ്കിൽ ഭഗവാനിൽ ശരണാഗതി ഉണ്ടാവും. അപ്പം പതുക്കെ തന്നെ മുക്തി ലഭിക്കും. അതാണ് ഭക്തി ദുർലഭമായിട്ട് കൊടുക്കുള്ളൂ എന്ന് പറയും. അതുകൊണ്ട് നീ ഭക്തി പൂർണ്ണനായിട്ട് ബ്രഹ്മപ്രാപ്തി തന്നെയാകുന്ന മുക്തിയെ എൻ്റെ ആജ്ഞാനുസരണം നിനക്ക് മുക്തി ലഭിക്കട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കും. വളരെ നല്ലൊരു അപ്പം ഇനി ഒരു ശ്ലോകം കൂടിയും കഴിഞ്ഞാൽ ഈ അധ്യായം പ്രഥമ സർഗം കഴിയും ആരണ്യകാണ്ഡത്തിലത്തെ. അപ്പം നമുക്ക് അതും കൂടിയും ചെയ്യാം കേട്ടോ. മദ്ഭക്തിർദുർലഭാലോകേ ജാതാ ചേന്മുക്തിദായത അതസ്ത്വം ഭക്തി സമ്പന്ന പരം യാഹി മമാജ്ഞയാ. രാമേണ രക്ഷോ നിധനം സുഘോരം ശാപാദ്വിമുക്തിർവരദാനമേവം വിദ്യാധരത്വം പുനരേവ ലബ്ധം രാമം ഗൃണന്നേതി നരോഖിലാർത്ഥാൻ. സുഘോരം രക്ഷോനിധനം രാമേണ കൃതം. അതിഭയങ്കരമായിട്ടുള്ള ഈ വിരാധം വധമുണ്ടല്ലോ, രാമനാൽ ചെയ്യപ്പെട്ട ഈ രാക്ഷസവധം, അതിഭയങ്കരമായിട്ടുള്ള രാക്ഷസവധം, രാമനാൽ ചെയ്യപ്പെട്ട ഈ രാക്ഷസവധം, ശാപാദ്വിമുക്തി, ശാപത്തിൽ നിന്ന് മോചനം, ഏവം വരദാനം, ഇപ്രകാരം വരം ദാനം ചെയ്തു. പുനഃ ഏവ വിദ്യാധരത്വം ലബ്ധും, വീണ്ടും വിദ്യാധരനായിട്ട് രാമം
ഗൃണൻ നരഹ അഖിലാർത്ഥാൻ ഏതി. രാമനെ സ്തുതിക്കുന്ന മനുഷ്യൻ എല്ലാ ആഗ്രഹങ്ങളെയും പ്രാപിക്കുന്നു. എന്താ പറഞ്ഞ, ഈ രാമൻ ഈ വിരാധനെ വധിച്ചതും അതുകൊണ്ട് ആ വിരാധന് ശാപമോക്ഷം ലഭിച്ചതും വിദ്യാധരൻ തന്നെ ആയി തീർന്നുല്ലോ. അതും ഈ ലഭിച്ച ഈ കഥയെ ആരാണ് സ്മരിക്കണ, ആ മനുഷ്യൻ രാമനെ സ്തുതിച്ചാൽ അവന് പുരുഷാർത്ഥങ്ങൾ, അതായത് ധർമ്മവും അർത്ഥവും കാമവും മോക്ഷവും ലഭിക്കുന്നു പറയണം. അത് ഒരു ഫലശ്രുതി പോലെ പറയുകയാണ്. രാമനാൽ നിഗ്രഹിക്കപ്പെട്ട വിരാധൻ്റെ കഥ, അതായത് രാമനാൽ നിഗ്രഹിക്കപ്പെട്ട വിരാധന് ശാപമോക്ഷം ലഭിച്ച വിദ്യാധരനായി തീർന്നുവല്ലോ. ആ കഥ ഏതൊരാൾ ഭക്തിയോടെ രാമനെ സ്തുതിച്ചുകൊണ്ട് സ്മരിക്കുന്നുവോ അയാൾക്ക് സർവ മംഗളങ്ങളും ഭവിക്കും. അല്ലെങ്കിൽ 4 പുരുഷാർത്ഥങ്ങളാണുള്ളത്. ധർമ്മവും അർത്ഥവും കാമവും മോക്ഷവും എല്ലാം സാധിക്കും. അതായത് എല്ലാ ആഗ്രഹങ്ങളും സാധിക്കും. അവസാനം മോക്ഷം ലഭിക്കും. ഭക്തിയോടുകൂടി ഈ വിരാധവധവും വിരാധൻ്റെ ശാപമോക്ഷവും വായിക്കുകയെ പഠിക്കുകയെ പറയുകയെ ചെയ്യണം. ഭക്തിയോടുകൂടി ചെയ്യുന്നവർക്ക് ധർമാർത്ഥ കാമമോക്ഷങ്ങളൊക്കെ തന്നെ ലഭിക്കുമെന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും, ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളും സാധിക്കും. പിന്നെ മോക്ഷം ലഭിക്കുന്ന ചുരുക്കം. അതൊരു ഫലശ്രുതി. രാമേണ രക്ഷോ നിധനം സുഘോരം ശാപാദ് വിമുക്തിർവരദാനമേവം. ശാപത്തിന് മുക്തി ഉണ്ടായല്ലോ. ആ ഒരു കഥ. വിദ്യാധരത്വം പുനരേവ ലബ്ധം രാമം ഗൃണന്നേതി നരോഖിലാർത്ഥാൻ ഇതി ശ്രീമദ് അധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ ആരണ്യകാണ്ഡേ പ്രഥമ സർഗഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. ഗുരുവായൂരപ്പ ശരണം.